ഒരു കാര്യം പറഞ്ഞാ തെറ്റാവോന്നൊരു പേടി. പറഞ്ഞോളൂ. എനിക്കും തിരുമേനിയെ പോലെ ഒരു വലിയ വൈദ്യരാകണം. മുന്നിൽ വന്നിരിക്കുന്ന രോഗികളെയൊക്കെ ചികിത്സിച്ച് രോഗം മാറ്റി ഒരു ദിവസമെങ്കിലും എനിക്കൊരു വൈദ്യരാകണം. മാനവേദ, ആയുർവേദം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര, അത് പഠിക്കാൻ വിവേക ബുദ്ധി വേണമല്ലോ. ഈശ്വര സഹായിച്ചിട്ട് അത് തീരില്ലാലോ നിനക്ക്. ശിവ ശിവ, ഇതായിപ്പോ നന്നായ. എന്താ ഉറങ്ങിയില്ലേ? ഉറക്കം വരണില്ല, ശരീരാസകലം നല്ല വേദനയുണ്ട്. ഒരിക്കലും വീഴാത്തതിലല്ല ദേവാമഹത്വം, വീഴുമ്പോഴൊക്കെ എഴുന്നേക്കുന്നതിലാ. ഹൃദയം ചൂണ്ടിക്കാണിച്ച വഴിക്ക് എത്രയും കാലം നടന്നിട്ടുണ്ട്. ധർമാധർമ്മ വിചാരം നടത്തിയിട്ടില്ല. അതിന്റെ ശിക്ഷ ഇതാണെങ്കിൽ അനുഭവിക്കുക തന്നെ. കിടന്നോളൂ, പുലർച്ചയ്ക്ക് എഴുന്നേക്കാനുള്ളതാ. കുമാര, എന്തൊരു തേജസ്സാണ് നമുക്കത്. ആലങ്കോടം പറഞ്ഞത് ശരി തന്നെ, രുദ്രധന്വന്തരി മൂർത്തി തന്നെ. നീ ആ കഥങ്ങളടയ്ക്ക് കിടന്നു നോക്കാം. ആയുഷ്കാലം മുഴുവൻ സൽക്കർമ്മങ്ങളെ ചെയ്യുമെന്ന് ശഠിച്ച എന്റെ വിധി, എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ അനാഥത്തെ അനുഭവിക്കുക. ഭാര്യ നേരത്തെ മരിച്ചു. ഒരു സന്നിപാത ജ്വരം ഉണ്ടായിരുന്ന ഒരേ ഒരു മകളെയും കൊണ്ടുപോയി. പോകുമ്പോ എന്റെ മോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ മുത്ത ഈ സീതാലക്ഷ്മി. ദുഃഖം എന്താണെന്നറിയാണ്ട ഞാൻ അവളെ വളർത്തിയത്. ദേവനറിയോ, വിദുഷിയാണ് അവള്. സംഗീതം, സാഹിത്യം, നൃത്തം എല്ലാം എന്റെ കുട്ടിക്കറിയാം. എന്തുണ്ടായിട്ടെന്താ ഫലം? ഇടയ്ക്കിടയ്ക്കൊരു വിഭ്രമം, മനസ്സിന്റെ ഒരു താളം തെറ്റല്. അതോടെ എല്ലാം കൈവിട്ടു പോകും. ചികിത്സയൊന്നും അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതയിലും ഇത്ര സങ്കീർണമായ രോഗത്തെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല. തോറ്റുപോടൂ ദേവനാരായണ ഞാൻ അവളുടെ ചിത്തഭ്രമത്തിന്റെ മുന്നിൽ. മഹാനായ അങ്ങ് തോറ്റുപോവേ. ജഗദീശ്വരന്റെ മുന്നില് ഈ ഞാൻ ആര് ദേവനാരായണ? എങ്ങനെയുണ്ട്? ഉറങ്ങി. നസ്യം ചെയ്തോ? നാ സുഖമായിട്ട് ഉറങ്ങട്ടെ. പ്രളയം കഴിഞ്ഞുണരുന്നൊരു പ്രപഞ്ചം പോലെ എല്ലാ ഊർജവും ആവാഹിച്ചായിരിക്കും നാളെ അവൾ ഉണരാൻ പോണത്. ആ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാനുള്ളതാ. ദേവൻ പോയി കിടന്നോളൂ. കളരി അഭ്യസിച്ചിട്ടുണ്ടോ നിങ്ങള്? അല്ല, ശരീരത്തിന്റെ ഒരു കിടപ്പ് കണ്ടിട്ട് ചോദിച്ചതാ. ഭഗവതി, ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാം. ദേവനാരായണന്റെ മേഴത്തൂർ ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് വരിക. എവിടേക്കാ? ഞാനും കൂടി. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ആയിക്കോട്ടെ. വരിക. അമ്മേ, ഇരിക്കുക. ആദ്യം ഈ ജീർണ വസ്ത്രം അങ്ങോട്ട് അയച്ചു മാറ്റാം.
മാനവേദ, കണ്ണടച്ചോളൂട്ടോ. താനെന്താണോ വെടികൊണ്ട കഴുകനെ പോലെ നടക്കണേ? അല്ല, അതാരാ അവിടെ നൃത്തം ചെയ്യുന്നേ? കലാമണ്ഡലം പാറക്കുട്ടിയമ്മ. അങ്ങനെ വരട്ടെ, ആ താളം കേട്ടപ്പോഴേ തോന്നി. എന്താ കാണണോ എനിക്ക്? ഏയ്, വെറുതെ ചോദിച്ചു. ഇവിടെ അങ്ങനെ വെറുതെ ഓരോ വീട്ടിത്തരങ്ങൾ ചോദിക്കണ്ട. ചോദിക്കാൻ പാടില്ലല്ലേ? പിന്നെ അത്ര നിർബന്ധാച്ചാ പറയാം. അത് ഇവിടത്തെ കുഞ്ഞാ, സീതാലക്ഷ്മി. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ആ കുട്ടിയല്ലേ? അതൊന്നും അവിടെ ഒരു വിഷയമല്ല. ഇന്നലെ ഉന്മാദം, ഇന്ന് നൃത്തം, നാളെ ഹരികഥാ കാലക്ഷേപം. ഓരോ ദിവസവും ഓരോ പ്രകൃത. ഇനിയിപ്പോ മേഴത്തൂർ മഠം തലകീഴായി നിന്നും തന്നെ ഇങ്ങോട്ട് വിചാരിക്കുക. നിർത്തില്ല ആ കുട്ടി നൃത്ത സാധകം. ഇതങ്ങോട്ട് സേവിക്കില്ല. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളെ കഷായം സേവിക്കണോ? തനിക്കല്ലടോ ശുംഭ, ദേവനാരായണന് എവിടുന്ന് കിട്ടിയ ആ മഹാമനുഷ്യൻ ഇങ്ങനെ ഒരു വിദ്യയെ? അതെങ്ങനെയാ തിരുമേനി? ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വിധി ഉണ്ടാവും. ഉണ്ടാവല്ലോ. ഇവിടെ വൈദ്യമഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ? അതുപോലെ തന്നെ. ഭരണമുനി മനസ്സിൽ കണ്ടത് സീതാലക്ഷ്മി മുദ്രയിൽ ആവാഹിക്ക. ലക്ഷണശാസ്ത്രം ഇത്ര വിദഗ്ധമായിട്ട് പ്രയോഗിക്കുന്ന മറ്റൊരു കുട്ടി എന്റെ ശിഷ്യഗണത്തിൽ ഇല്ല. ക്ഷീണമുണ്ടോ എന്റെ കുട്ടിക്ക്? ഇല്ല ഓപ്പോളെ, ഇത് ആദ്യമായിട്ടാണോ ഞാൻ? വയ്യാണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുള്ള വിചാരം ഇല്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? വെറുതെ ഇരിക്കുമ്പോഴേ എനിക്ക് വയ്യായിട്ട് തോന്നാ. എന്തെങ്കിലും നോക്കണേ. മേഴത്തൂർ ഭഗവതിയെ നോക്കിക്കാണായിരുന്നു. ചോദിച്ചോളൂ, എന്തുവരാ വേണ്ടത്? ഇന്നലെ ഉറഞ്ഞു തുള്ളുമ്പോ ചോദിക്കായിരുന്നില്ലേ? ആ രൗദ്രഭാവം കണ്ടപ്പോ പേടിച്ചു പോയി. സമയാവട്ടെ, വരം ചോദിച്ചു വാങ്ങും ഞാൻ. പാരമ്പര്യമായിട്ട് മേഴത്തൂർ മഠത്തിനൊരു സൽപ്പേരുണ്ട്. അത് പോരെ ബ്രഹ്മണട്ട. പോരാഞ്ഞിട്ടല്ല വല്ല മാമേ. ഹരി ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ ഹരി ആള് നിന്റെ അളിയനൊക്കെ തന്നെയാ, പക്ഷെ അവന് വട്ട. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ബ്രഹ്മദത്തൻ ചില പ്രോജക്ടുകളെ കുറിച്ച് പറയായിരുന്നു. ഈ സായിപ്പന്മാര് ചാടി വീഴുന്ന പരിപാടികളത്രേ. അയ്യോ, സായിപ്പന്മാരെ ചാടിക്ക, വീഴ്ത്തുക, പിന്നെ ചികിത്സിക്ക, അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ ഏട്ടാ? പൊടി പൊടി പൊടി. മുത്തശ്ശ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ എന്റെ പരാക്രമം? ആരെങ്കിലും ഉപദ്രവിച്ചോ ഞാൻ? എന്റെ മോള് ആരും ഉപദ്രവിച്ചിട്ടില്ല. കണ്ടോ നീ ഒരു ഒറ്റക്കൊമ്പന് തെക്കേ പഠിപ്പുരയിലെ? ഓപ്പോൾ പറഞ്ഞു. പരിചയപ്പെടണ്ടേ നിനക്ക്? വഴിന്ന് മാറുക. പ്രാതലായിരിക്കും അല്ലേ? അല്ല, നല്ല പാലട പ്രഥമനാ. എന്താ കഴിക്കില്ലേ? ഇത് ദേവനാരായണുള്ളതാ. ആ അടുക്കളപ്പുറത്തോട്ട് ചെല്ലുക. അതിഥികളെ അപമാനിക്കരുത് തിരുമേനി. ദേവേട്ടന്റെ അത്രയ്ക്കില്ലെങ്കിലും ഞാനൊരു കലാകാരനാ. കലാകാരന്മാരെ തീറ്റി പോറ്റാൻ ഇതെന്താ സ്വാതിരുന്നാളുടെ കൊട്ടാര? അവിടെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ കൊട്ടാരം എവിടെ ആയിട്ട് വരും തിരുമേനി? താനെന്നെ പരിഹസിക്കുക? ഏയ്, ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ. അത് തന്റെ ഗുരുത്വം. ഇത് അകത്തോട്ട് കൊണ്ട് കൊടുക്കുക. അദ്ദേഹം ഉറങ്ങാണ്, ഉണരുമ്പോ കൊടുത്തോളാം. ആര് നക്കരുത്. ഓ എന്ന്. നല്ല ഉറക്കാണല്ലോ. വിളിച്ചാലോ? വേണ്ട, വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല.
തിരുവാദ്യം തകിലടിയും താലപ്പൊലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് പൊറുതിയാക്കിയാലും തോന്നുക ഇതൊക്കെ കാണുമ്പോ. കുഴമ്പ് തേച്ചുള്ള കുളി, നെയ്യിട്ട കുത്തരിക്കഞ്ഞി, ഉപ്പിലിട്ട മാങ്ങ. 2 കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ. 1 എന്റെ അമ്മിണി, 2 ഇത്തിരി മീൻകറി. ഒരു ലേശം കോഴിയിറച്ചും കൂടി ആയാലോ? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതാരാ ചോദിച്ചത്? മഠമല്ലേ? അശരീരിയാവും. അശരീരല്ല, ഞാനാ ചോദിച്ചേ. വല്ലാതെ വിശന്നോണ്ട് എടുക്കട്ടെ ദേവേട്ടന്? വിശപ്പില്ല, നീ കഴിച്ചോളൂ. പല്ലാവൂർ ദേവനാരായണൻ അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട്. മദ്യപാനി, തെമ്മാടി, സ്ത്രീലമ്പടൻ. ഇടം കൈ ശുദ്ധിയില്ലാത്ത, സാത്വിക ഭാവമില്ലാത്ത, സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾക്ക് ആരാണ് ഹേ താളവാദ്യ കലയുടെ കുലപതി എന്ന പട്ടം ചാർത്തി തന്നത്? ലജ്ജയില്ലേ നിങ്ങൾക്ക് ആ പൊയ്ക്കിരീടവും വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ? ക്ഷമിക്ക, പറഞ്ഞതൊക്കെ നാട്ടിലെ അസൂയക്കാരും അച്ഛന്മാരും ഒക്കെ താങ്കളെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളാണ്. ഞാനതെന്തിനിവിടെ ആവർത്തിച്ചെന്ന് ചോദിച്ചാ കേട്ടിട്ടുണ്ട് ക്ഷിപ്രകോപിയാണെന്ന്. ആ വീരരസം ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം. മാപ്പാക്കണം. പറഞ്ഞത് നന്നായി. ഇന്നലെ രാത്രി കണ്ടതാണ് ഞാൻ നിന്റെ പ്രാണസങ്കടം മുഴുവൻ. കേട്ടതാണ് തിരുമേനിയിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുരാണം. അതോർത്ത്, ആ ഒരൊറ്റ കാര്യം ഓർത്ത് സർവേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷമിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഈ ഇടതുകൈ മതി നിന്റെ 32 പല്ലും തെറിപ്പിച്ച് ഈ മേഴത്തൂർ മഠത്തിന്റെ മേൽപ്പുര മൂടാൻ. വിരൽത്തുമ്പത്ത് മാത്രമല്ല, നാത്തുമ്പത്തും സരസ്വതി. കുറച്ചു നാളത്തേക്കാണെങ്കിലും ഈ മേഴത്തൂർ മഠത്തിൽ വന്ന് അവതരിച്ച് അനുഗ്രഹിച്ചതിന് നന്ദി.